ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ വീട് പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ വീഡിയോ ഇടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊന്ന് കണ്ടാലോ. ഞങ്ങൾക്ക് ഉസ്താദ്മാർക്ക് ചിലവാണ് കേട്ടോ, നാളെയാണ് ചിലവ്. അപ്പോൾ തലേന്നാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഞാനിത് വീഡിയോ ഈ രാത്രിയാണ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴാണ് കേട്ടോ ചിലവ്. അപ്പോൾ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് അമ്മ ഉള്ളിയൊക്കെ അരിഞ്ഞ് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തേങ്ങയൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പത്തിരി ഫുള്ളായിട്ട് പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. പിന്നെ രാവിലെ നീച്ചിട്ട് പിന്നെ അത് ചുട്ടെടുക്കാൻ കേട്ടോ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നേരത്തെ വരും, ചിലവ് കൊണ്ടുപോകാൻ വരുന്ന ആൾ 6 മണി 6:30 ഒക്കെ ആകുമ്പോഴത്തേന് വരും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ എല്ലാതും റെഡിയാക്കി വെക്കും. പിന്നെ ചിക്കനൊക്കെ വേവിച്ച് തേങ്ങയൊക്കെ വറുത്ത് അരച്ച് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക. പിന്നെ രാവിലെ ഞങ്ങൾ അത് ഒഴിച്ചിട്ട് പിന്നെ കറിയൊക്കെ വറവിട്ടെടുക്കുകയൊക്കെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ കറി സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ വാട്ടിയിട്ട് പിന്നെ അതിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ മസാല കൂട്ടിയിട്ട് ചിക്കൻ വെക്കണത് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ മൂടി വെക്കുകയാണ് ചെയ്യുക. രാവിലെയാണ് പിന്നെ ഇതിൽ തേങ്ങയൊക്കെ ഒഴിച്ച് ഒന്ന് വറവിട്ടെടുക്കും കേട്ടോ. പിന്നെ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു. പത്തിരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പത്തിന് ചിലവ് കൊണ്ടുപോകേണ്ട ആൾ വന്നിട്ടുണ്ട് കേട്ടോ. മൂപ്പരിക്ക് കഴിക്കാനുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം പത്തിരിയും കാര്യങ്ങളൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചതിൻ്റെ ശേഷം രാവിലെ തന്നെ ഉച്ചക്കത്തിന് ബീഫും തേങ്ങാച്ചോറും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ബീഫൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിറ്റേ ദിവസം ഒരു 10 മണി 10:30 ടൈമിനാണ് കേട്ടോ. പിന്നെ അതിക്ക് വേണ്ടിയിട്ട് മാങ്ങയൊക്കെ അറുത്തിട്ട് ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇറച്ചിയൊക്കെ വെന്ത് ചോറൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ചോറ് വെന്തതിൻ്റെ ശേഷം ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നത്. ബീഫ് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് വാങ്ങിയതിൻ്റെ ശേഷമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ തൈരും ഉള്ളിയൊക്കെ അങ്ങനെ കച്ചമ്പറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉസ്താദിന് കൊണ്ടുപോകാനുള്ള പാത്രം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഒക്കെ ആക്കി സെറ്റാക്കാണ് കേട്ടോ. ആ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ മോറി റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൽ ചോറും കറിയും പിന്നെ അതുപോലെ അച്ചാറും തൈരും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം നമ്മളൊരു കവറിലും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ ഉസ്താദിന് തേങ്ങാച്ചോറ് ബിരിയാണി അങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും ചോറൊന്ന് മാറ്റി കൊടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ കൊണ്ടുപോകാൻ വന്ന ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചോറ് എടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ കുറച്ച് വിളമ്പിയിട്ടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വിളമ്പി വെച്ചതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് കറിയൊക്കെ വെന്ത് സെറ്റാക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒരുപാട് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതും കൂടെ അവർക്ക് കൊണ്ടു കൊടുത്തതിന് ശേഷം ഒക്കെ പാത്രത്തിലൊക്കെ ആക്കി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 നേരത്തെ ചിലവുണ്ട്. പിന്നെ രാത്രിക്കത്തിന് ഇനി ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. തേങ്ങ ഒന്നും അരക്കാത്ത ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എന്തായാലും തേങ്ങ അരച്ചിട്ടാണല്ലോ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ രാത്രിക്കത്തിനും കൂടി വേണ്ടിയിട്ട് കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു അധികം വെള്ളമൊന്നും ഇല്ലാതെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ പാത്രത്തിലാക്കി റെഡിയാക്കിയതിൻ്റെ ശേഷം മൂപ്പര് കഴിക്കാനുള്ളതും കൂടെ കൊടുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ പാത്രമൊക്കെ നേരം പോലെ അടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പാത്രം പുറത്ത് കൊണ്ട് കൊടുക്കാനിട്ട് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പോകും. പിന്നെ രാത്രി ഒരു 7:30 ആകുമ്പോഴാണ് കേട്ടോ വരിക. രാത്രി കൊണ്ടുപോകാൻ ഒരു 7 മണി 7:30 ആകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി കൊടുത്തു വിടാൻ കേട്ടോ. ചപ്പാത്തിയും ചിക്കൻ ഒരു ഫ്രൈ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഉസ്താദിന് മതി. പിന്നെ കൊണ്ടുപോകാനുള്ള ആൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.